നടക്കുവാൻ അനേക ദൂരം നടക്കാനുണ്ട്. ആ നടപ്പിന്റെ വഴിയാണ് നാളെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ചയാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, ഞാൻ മണ്ണാർക്കാട് വാതിന് പോയി. ഒരു സഹോദരൻ രണ്ട് കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെട്ട് സ്വന്തം ഭാര്യയുടെ കൈ പിടിച്ചു മകന്റെ കൈ പിടിച്ച് നടന്നു വരികയാ. ഉസ്താദേ, ഗൾഫിൽ ജോലിയായിരുന്നു. ഒരു കെമിക്കല് കണ്ണിൽ വീണിട്ട് രണ്ട് കണ്ണിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു പോയി. ഞാൻ പറഞ്ഞു, മോനെ കരയുന്നതെന്തിനാ? അള്ള നാളെ സ്വർഗത്തിൽ ആദ്യം അവന്റെ നിക്കാഹ് കാണിച്ചു കൊടുക്കുന്നത് അന്തന്മാർക്കല്ലേ? അങ്ങനെ നോക്കുമ്പോ ഒരു അനുഗ്രഹമല്ലേ? ഉസ്താദേ, എനിക്ക് ദുനിയാവിൽ കാഴ്ച വേണം. എന്താ മോനെ? ഉസ്താദേ, എൻ്റെ മോൾക്ക് 2.5 വയസ്സായി. ഞാൻ ഗൾഫിൽ പോകുമ്പോ 6 മാസം ഗർഭിണിയാണ് എൻ്റെ ഭാര്യ. ഇന്ന് കണ്ണിന് കാഴ്ച ശക്തി നഷ്ടപ്പെട്ട് ഞാൻ വരുമ്പോ എന്റെ മോക്ക് 2.5 വയസ്സായി. അവളുടെ മുഖമെന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല. അവള് വെളുത്തവളാണ്. എന്റെ മൂക്കാണ് വെക്കുന്ന എന്റെ ഭാര്യ പറഞ്ഞു, പക്ഷേ കണ്ടിട്ടില്ല. ഉസ്താദേ, ദുആ ചെയ്യണം. എന്റെ പൊന്നുമോളുടെ മുഖമൊന്നൊരു ഒരു പ്രാവശ്യം കണ്ടിട്ട് അള്ള എന്റെ 2 കണ്ണിന്റെ കാഴ്ചയും തിരിച്ചെടുത്തോട്ടെ, എനിക്ക് കുഴപ്പമില്ല. ഇത് കേട്ട ഭാര്യ തിങ്ങിക്കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഖുർആനിൽ 6666 ആയത്തുകളുണ്ട്. 6666 സദഖ ചെയ്യേ. ഇൻഷാ അല്ലാഹ് എല്ലാ സദസ്സിലും ദുആ ചെയ്യാൻ ശിഫയായിക്കൊള്ളും. അദ്ദേഹം അങ്ങനെ സദഖ ചെയ്തു. എല്ലാ സദസ്സിലും അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തു. കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തിന്റെ ഒരു അടുത്ത ബന്ധു, നമ്മുടെ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അഡ്വക്കറ്റ് നാലകത്ത് സൂപ്പി സാഹിബിന്റെ ഡ്രൈവർ ആഷിഫാൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, ഉസ്താദേ, അദ്ദേഹം കുറെ നാൾ കൊണ്ട് ഫോണിൽ വിളിക്കുന്ന കിട്ടുന്നില്ല. അദ്ദേഹത്തിന്റെ കാഴ്ചശക്തി പൂർണ്ണമായിട്ട് തിരിച്ചു കിട്ടി. ഇന്ത്യയിൽ അദ്ദേഹം പോകാത്ത ഹോസ്പിറ്റലില്ല. അഹമ്മദ് കബീർ വലിയായതിന്റെ അടയാളമല്ല. ഈ പാവപ്പെട്ടവൻ എവിടെയും എത്താത്തവൻ. പക്ഷെ ആമീൻ പറയുന്നത് ചില്ലറക്കാരല്ല. സഹോദരങ്ങളെ, കേരളത്തിൽ 30,000-ലധികം ആളുകൾ ഇതേവരെ 6666 സദഖ ചെയ്തിട്ടുണ്ട്. എത്ര ആളുകളാണ്! ഞാൻ ഇന്ന് ഉമർ ഉസ്താദിനെ എൻ്റെ ഫോണിൽ വന്ന മെസ്സേജ് കാണിച്ചു കൊടുത്ത്, കാസർഗോഡ് നിന്ന് യൂസുഫ് എന്ന സഹോദരൻ കാസർഗോഡ് പനങ്ങാനത്ത് വാതിന് പോയപ്പോ, പനങ്ങാനം എനിക്ക് നല്ല ഓർമ്മയുള്ള സ്ഥലമാണ്. കാരണം ആദ്യമായി ടയറിന്റെ സമയത്ത് പറന്നു പോയതെന്നാണ്. അന്ന് മംഗലാപുരത്ത് പോകാൻ പനിയായതുകൊണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തെന്ന് സംഘാടകര്. 11:30 എയർ ഇന്ത്യ പോകും. 11:30 നേരെ തിരുവനന്തപുരം എയർപോർട്ടിൽ പോയി. എയർ ഇന്ത്യ അല്ലേ, സമയത്ത് പോകൂല എന്ന് വിചാരിച്ചു. കട്ടകാലിന്റെ സമയത്തിൽ തന്നെ എയർ ഇന്ത്യ ആദ്യമായിട്ട് പോയതെന്നതാണ്. അന്ന് വാതിൽ ക്യാൻസൽ ആകേണ്ട അവസ്ഥ വന്നു. പെട്ടെന്ന് ഫ്ലൈറ്റിന് ബാംഗ്ലൂർ പോയി തിരിച്ചു വന്ന് മംഗലാപുരത്തിറങ്ങി പ്രസംഗിച്ച പ്രസംഗമാണ് നാരങ്ങാനത്തെ പ്രസംഗം. ഉസ്താദെ, അവിടെ വെച്ച് 6666 സദഖ ചെയ്തതാണ്. 16 വർഷമായി സഹോദരിക്ക് കുട്ടികളില്ല, ഗർഭിണിയാണ്. ഉസ്താദെ, ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് ഇന്നാണ് മെസ്സേജ് വന്നത്. സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് നാളെ വരുമ്പോ ഏതാഗ്രഹമാണോ 6666 രൂപ ഈ പാവങ്ങളെ സഹായിക്കുന്ന, ക്യാൻസർ രോഗികളെ സഹായിക്കുന്ന, ഈ പാവപ്പെട്ടവരെ സഹായിക്കുന്ന ഈ സദസ്സിലേക്ക് ഇൻഷാ അല്ലാഹ് നാളെ വരുമ്പോ ഏതാഗ്രഹമാണോ അതിൻ്റെ അർത്ഥം എന്താ? 6666 രൂപ സദഖ ചെയ്യുന്ന ഓരോരുത്തർക്കും വേണ്ടി എല്ലാ സദസ്സിലും ദുആ ചെയ്യും, ആമീൻ പറയും. അതിൻ്റെ ബറക്കത്താണ്, അല്ലാതെ എൻ്റെ വലിയ കാര്യമൊന്നുമല്ല. ഈ ദുആ ചെയ്യുന്നവൻ എത്ര കൊച്ചാണെങ്കിലും ആമീൻ പറയുന്നവർ ചില്ലറക്കാരല്ല. എല്ലാവരും ഒന്ന് എഴുന്നേറ്റിട്ട് അള്ളാഹു കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ വരുമ്പോൾ 6666 ഏതാഗ്രഹമാണ് അള്ളാഹു സബലീകരിച്ച് നൽകട്ടെ. അതെഴുതി സദസ്സിൽ തരണം. അതിന് കഴിയാത്ത ആളുകൾ ഇൻഷാ അല്ലാഹ് നാളെ ദുആടെ സദസ്സാണ്, സലാത്തിന്റെ സദസ്സാണ്. ബദരീങ്ങളുടെ പേരിൽ ഒരു 313 രൂപ ഇൻഷാ അല്ലാഹ് എല്ലാവരും നാളെ വരുമ്പോൾ ഈ സദസ്സിലേക്ക് എല്ലാവരും കൊണ്ടുവരില്ലേ? 6666 രൂപ. ഏതാഗ്രഹമാണ് ഇൻഷാ അല്ലാഹ് എല്ലാ സദസ്സിലും കബീർ ഉസ്താദിന്റെ തൊണ്ടയിൽ വെള്ളമുള്ളിടത്തോളം കാലം ആ ദുആ ഉണ്ടാവും, ആമീൻ പറയും. എത്ര കാര്യങ്ങൾ. ഉമർ ഉസ്താദിനോട് ചോദിച്ചു, നിങ്ങൾ ഒരു സഹോദരി കഴിഞ്ഞ ആഴ്ച എന്നെ കാണാൻ വന്നു. ഉസ്താദ്, ഭർത്താവ് ബന്ധം ഏർപ്പെടുത്തിയിട്ട് 16 വർഷമായി. ഇന്നേ വരെ ഉസ്താദെ ബന്ധം ഏർപ്പെടുത്തിയിട്ട് 16 വർഷമായി. ഇന്നേ വരെ ഉസ്താദ് വാടക വീട്ടിലാണ് കഴിയുന്നത്. വാടക വീട്ടിൽ ഉസ്താദെ മകനൊരാളുണ്ട് പഠിക്കാൻ, വെള്ളയപ്പൊക്കെ ചുട്ട് വിറ്റിട്ടാണ് ജീവിക്കുക. പക്ഷെ 16 സെന്റ് സ്ഥലമുണ്ട്. ഭർത്താവിൻ്റെ ബന്ധം പെടുവയുടെ ഓഹരിയാണ്. 21 സെന്റല്ലേ? 16 വർഷമായിട്ട് പെരിന്തൽമണ്ണ ഹൃദയഭാഗത്ത് കിടക്കുക. ഒരു സെന്റിന് 24 സെന്റ്. ഒരു സെന്റിന് 12 ലക്ഷം രൂപ വില കിട്ടും. 16 വർഷമായിട്ട് ആ സാധനം അവിടെ കിടക്കുക. ഒരു മനുഷ്യന് മേടിക്കും.
എൻ്റെ പൊന്നുസ്താദെ അത് വിറ്റാൽ 2 കോടി രൂപ കിട്ടും, ഞങ്ങൾ എങ്ങനെ രക്ഷപ്പെടും ഉസ്താദ് പറഞ്ഞു. 6666 റുപ്യ അവർ കേട്ടറിഞ്ഞ് കൊണ്ടുവന്നു തന്നു. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, അവരവിടെ നിന്ന് ഇറങ്ങി നേരെ കടയിൽ പോയി പെരിന്തൽമണ്ണയിൽ ഒരു വാഷിംഗ് മെഷീൻ മേടിക്കുക. കടക്കാരൻ അവർ അയൽവക്കക്കാരനാണ്, 16 വർഷമായിട്ട് ഈ വസ്തു അറിയാതെ കൊടുക്കാനാന്ന് പറയും. അയാൾ അപ്പം ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ് പൊക്കോളി, കാര്യങ്ങളൊക്കെ 3 മാസത്തിനുള്ളിൽ സാധനം വിറ്റിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഉറപ്പാണ്. പോണ വഴിക്ക് അവയാൾ ചോദിച്ചു വസ്തു കൊടുക്കുന്നു എത്ര വേണം? പൊന്നുസ്താദെ 10 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിരുന്ന. ഞാൻ പറഞ്ഞു 12 ലക്ഷം രൂപ വേണം. അയാൾ അപ്പം തന്നെ 10 ലക്ഷം രൂപ കൊടുത്ത് എഗ്രിമെൻ്റ് കഴിഞ്ഞു. 16 വർഷമായിട്ട് വിൽക്കാത്ത സാധനം വിറ്റു. അത് വിറ്റു എന്ന് പറയാൻ വേണ്ടി എന്നെ വിളിച്ചിട്ടില്ല, പിന്നെ ഉമർ സാറിനെ വിളിച്ചിട്ടാണ് പറഞ്ഞത്. അള്ളാഹു കബൂലാക്കട്ടെ. ഈ സദസ്സ് നിസ്സാരമല്ല, 10,000 ആളുകളുടെ ആമീൻ അള്ളാഹു സ്വീകരിക്കാതിരിക്കില്ല. ഇൻഷാ അല്ലാഹ് ഒരു സഹോദരൻ മുഹമ്മദ് ഷാജു കരാട്ടെ അധ്യാപകനാണ്. കാൽമുട്ടിലെ വേദന മാറാൻ വേണ്ടി 6666 നിയ്യത്ത് ചെയ്തു. ഇപ്പോൾ പൂർണ്ണമായിട്ട് മാറി. ഇത് കുറേ പ്രാവശ്യം ഹജ്ജ് മദീന ഇത് ഉംറയൊക്കെ ചെയ്ത ഒരാൾ സംഭാവന ചെയ്തതാണ് ഈ സദസ്സിന് വേണ്ടി. ഇൻഷാ അല്ലാഹ് മദീനയും ഹജ്ജും ഒക്കെ ചെയ്തതല്ലേ, അത് തൽക്കാലം എൻ്റെ കയ്യിരിക്കട്ടെ. ഇതിനൊരു സംഭാവന ഞാൻ പള്ളിയിൽ കൊടുത്തു, അല്ല സംഘാടകർക്ക് കൊടുത്തേക്ക്. അള്ളാഹു കബൂലാക്കട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. أرحم الرحيم يا الله പരമദയാലുവായ തമ്പുരാനെ, അല്ലാഹുവേ ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ പുറത്തു മാപ്പാക്കണേ അല്ലാഹ്. ഭാവി ജീവിതം പാപരഹിതമാക്കണേ തമ്പുരാനെ. പൈശാചിക ദുർബോധനത്തിൽ ഞങ്ങൾ ആരെയും നീ പെടുത്തല്ലേ അല്ലാഹ്. പടച്ചവനെ, ഈ സദസ്സിൽ നിന്ന് ഈമാൻ മനസ്സിൽ നിറച്ചിട്ട് വെളിയിലോട്ട് ഇറങ്ങുമ്പോ പിശാച് വഴിതെറ്റിക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തല്ലേ അല്ലാഹ്. അല്ലാഹുവേ ജീവിതത്തിൽ അവസാനം വരെ തഖ്വ നിലനിർത്തി തരണേ തമ്പുരാനെ. തഖ്വ നിലനിർത്തി തരണേ തമ്പുരാനെ. നിലനിർത്തി തരണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം നീ വിശാലമാക്കണേ അല്ലാഹ്. വിശാലമാക്കണേ അല്ലാഹ്. അവര് ഖബറിൽ എന്തെങ്കിലും ശിക്ഷ അനുഭവിക്കുന്നെങ്കിൽ ഞങ്ങളുടെ സ്വലാത്തിന്റെ ദുആയുടെ ബറക്കത്ത് കൊണ്ട് നീ ഇത് മാറ്റി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളെ സ്നേഹിക്കുകയും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത എത്രയോ ആളുകൾ ഖബറിലുണ്ട്. അവരുടെ എല്ലാ ഖബർ ജീവിതവും നീ റാഹത്തിലാക്കണേ തമ്പുരാനെ. ഞങ്ങളിൽ രോഗികളായി കഴിയുന്നവരുടെ രോഗം നീ ശിഫയാക്കണേ അല്ലാഹ്. പടച്ചവനെ, മാരകമായ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ പടച്ചവനെ ശിഫ നൽകണേ അല്ലാഹ്. ഉപ്പാന്റെ ക്യാൻസർ മാറാൻ വേണ്ടി സദക്ക നൽകിയിട്ടുണ്ട്. അപസ്മാരം മാറാനും ശ്വാസം വിട്ടു മാറാനും ഒക്കെ ദുആ കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. അല്ലാഹുവേ നീ അവർക്കൊക്കെ ശിഫ നൽകണേ അല്ലാഹ്. പടച്ചവനെ, മാരകമായ രോഗത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ റബ്ബേ. ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ, ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള മാരക രോഗത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. മരിക്കുന്നത് വരെ ഞങ്ങളിൽ ആർക്കും ആ രോഗം വരുത്തല്ല റബ്ബേ. ഇബാദത്ത് കുറവാന്നുള്ള പേരിൽ നീ നന്ദിയില്ലാത്തവനാണടാ എന്ന് പറഞ്ഞ് ഞങ്ങളെ രോഗങ്ങൾ കൊണ്ട് കടബാധ്യതകൾ കൊണ്ട് പരീക്ഷിക്കല്ല റബ്ബേ. പരീക്ഷിക്കല്ല റബ്ബേ. നിന്റെ പരീക്ഷണം താങ്ങാൻ ഞങ്ങൾക്ക് കഴിവില്ല അല്ലാഹ്. ജീവിതത്തിൽ പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയരാക്കപ്പെട്ടവർ അല്ലാഹുവേ, പല സഹോദരങ്ങൾ വിളിച്ചുസ്താദേ ഭയങ്കര കടബാധ്യതയാണ്, അത് മാറാൻ വേണ്ടി ദുആ ചെയ്യണേ എന്ന്. ആരൊക്കെ കടബാധ്യതയിൽ പെട്ടുടലുന്നുവോ അല്ലാഹുവേ, ഈ സദസ്സിൽ നിൽക്കുന്ന പലരും കടബാധ്യത കൊണ്ട് നടുവ് പൊന്തിക്കാൻ പറ്റാതെ കഷ്ടപ്പെടുന്നവരാണ്. നീ അവരെ കടബാധ്യത മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അത് മാറാനുള്ളൊരു ഹലാലായ വഴി തുറന്നു കൊടുക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഒരു അമലുകളെ സ്വീകരിക്കപ്പെടാതെ കടക്കാരനായി മരിക്കുന്നൊരവസ്ഥ ഞങ്ങളിൽ ആർക്കും നീ വരുത്തല്ലേ അല്ലാഹ്. പടച്ചവനെ, അല്ലാഹുവേ, മരിക്കുന്നത് വരെ അഭിമാനം നഷ്ടപ്പെടുന്നു പോകുന്ന ബാധ്യതകളിൽ നിന്ന് കാക്കണേ റബ്ബേ. അല്ലാഹുവേ, ഹലാലായ വരുമാനം നൽകണേ അല്ലാഹ്. എത്ര കഷ്ടപ്പെട്ടാലും പ്രയാസപ്പെടേണ്ടി വന്നാലും പടച്ചവനെ, സ്വർഗത്തിന്റെ പ്രതിഫലം ആഗ്രഹിച്ച്
ഞങ്ങളുടെ മക്കളെ ഹറാമ് കിട്ടിക്കാതെ ജീവിക്കാനുള്ള ഹലാലായ വരുമാനം നൽകണേ അല്ലാ, നൽകണേ അല്ലാ. ഇവിടെ 6666 സദഖ ചെയ്ത സഹോദരൻ, അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ആഫിയത്ത് നിലനിർത്തണേ അല്ലാ. എത്രയോ പേരുടെ ആമീൻ സ്വീകരിച്ചിട്ടാണ് ആ മനുഷ്യന്റെ കാൽമുട്ടിന്റെ വേദന മാറിയത്. വിശുദ്ധ ഖുർആന്റെ ആയത്തിന് തുല്യമായി ചെയ്ത സദഖയുടെ ബറക്കത്ത് കൊണ്ട് ആ അവസ്ഥ ഇനി നീ ആ ശരീരത്തിലേക്ക് മടക്കി വരുത്തരുതേ തമ്പുരാനെ. ആഫിയത്ത് നൽകണേ അല്ലാ, മക്കളെ സ്വാലിഹീങ്ങളാക്കി കൊടുക്കണേ അല്ലാ, റാഹത്ത് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ, എല്ലാവിധ ഖൈറും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. നീ നൽകിയ കഴിവിനെ നീ നിലനിർത്തി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ, പല വിധത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. മുണ്ടുമുറുക്കി ഉടുത്ത് കഷ്ടപ്പെട്ട് ഞങ്ങളുടെ സുഖത്തിന് വേണ്ടി അവരുടെ സുഖം അവര് വേണ്ടെന്ന് വെച്ചു. അല്ലാഹുവേ, ഞങ്ങളെ വളർത്താനുള്ള കഷ്ടപ്പാടിന്റെ ഇടയിൽ ജീവിതത്തിന്റെ സുഖം എന്തെന്ന് അവരറിഞ്ഞിട്ടില്ല. പടച്ചവനെ, ഇന്ന് അവർക്ക് ഞങ്ങൾ വല്ലതും തിരിച്ചു കൊടുക്കാനൊരു പ്രാപ്തിയിലെത്തിയപ്പോൾ അവര് രോഗത്തിന്റെ പിടിയിലാണ് തമ്പുരാനെ. ഞങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തിയ ഞങ്ങളുടെ മാതാപിതാക്കളുടെ രോഗങ്ങൾ നീ ശിവയാക്കണേ അല്ലാ. ഇങ്ങ് വരാൻ പോകുമ്പോ പരിചയപ്പെട്ട ഒരു സഹോദരൻ ഉസ്താദേ, ഉമ്മ പെട്ടെന്ന് പ്രഷർ കുറഞ്ഞിട്ട് മറിഞ്ഞു വീണതാണ്, തലയിടിച്ചു വീണു, തലച്ചോറ് കലങ്ങി തളർന്നു കിടക്കുകയാണ്. ഉസ്താദേ, ഒരു മാസം 28,000 രൂപയുടെ മരുന്ന് വേണം. വല്ലാത്ത ശരീരത്തിന് ഭാരമുള്ളത് കൊണ്ട് നോക്കാനാരുമില്ല. ഹോം നേഴ്സിന് 12,000 രൂപ ശമ്പളം കൊടുക്കണം. ഉസ്താദേ, കടമല്ലാതെ മറ്റൊന്നുമില്ല. ദുആ ചെയ്യണേ എൻ്റെ ഉമ്മയൊന്ന് എഴുന്നേറ്റ് നടക്കാൻ. പടച്ചവനെ, ആ പൊന്നുമോൻ ഇപ്പോഴും കഷ്ടപ്പെട്ടിട്ട് ഉമ്മയ്ക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. കരുണക്കടലേ, നീ ആ ഉമ്മയുടെ ആരോഗ്യം തിരിച്ചു കൊടുക്കണേ അല്ലാ. ഉസ്താദേ, അതിന്റെ കൂടെ എൻ്റെ മകന് കിഡ്നിയിൽ ഇൻഫെക്ഷൻ ബാധിച്ചിട്ട് ഉസ്താദേ വല്ലാത്തൊരവസ്ഥയിലാണ്, ശിവയുണ്ടാകുന്നില്ല, ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. ജീവിതത്തിൽ പരീക്ഷണത്തിന് മേൽ പരീക്ഷണം ഏറ്റെടുക്കേണ്ടി വന്ന ചെറുപ്പക്കാരൻ ഉസ്താദേ, ഓരോ ആഴ്ചയും എൻ്റെ 1.5 വയസ്സുള്ള മകന് കിഡ്നിയിൽ ഇൻഫെക്ഷൻ വന്നിട്ട് അപസ്മാരമുണ്ടാകും, ഫിറ്റ്സ് ഉണ്ടാകും, പനി ഉണ്ടാവും. ഓരോ ആഴ്ചയിലും ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി നടക്കുന്നെന്ന് പറഞ്ഞ് ഇന്നലെ ടെസ്റ്റ് ചെയ്ത ഉസ്താദേ, 1.5 വയസ്സുള്ള മോന് ഹൃദയത്തിൽ ചെറിയ ഹോളുമുണ്ട്. പരീക്ഷണത്തിന്റെ മേൽ പരീക്ഷണം. അല്ലാഹുവേ, ആ മനുഷ്യനെ നിനക്കറിയാമല്ലാ, നീ ആ പരീക്ഷണങ്ങളൊക്കെ മാറ്റി കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ താങ്ങി വളർത്തിയ ഞങ്ങളുടെ ഉമ്മമാര് നാളെ ഇങ്ങനെ തളർന്ന് കട്ടിലിൽ കിടത്തുന്ന ഒരവസ്ഥ കാണിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ കൽബിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല റബ്ബേ, പടച്ചവനെ പറ്റില്ല റബ്ബേ. ഞങ്ങളുടെ പൊന്നുമക്കളെ കയ്യിൽ താങ്ങി ഹോസ്പിറ്റലിന്റെ വരാന്തയിൽ നടക്കേണ്ട ഒരവസ്ഥ ഞങ്ങളിൽ ആർക്കും നീ വരുത്തല്ലേ അല്ലാ. ഞങ്ങളുടെ പൊന്നുമക്കളുടെ മുഖത്തെ പുഞ്ചിരി നിലനിർത്തി തരണേ റബ്ബേ. അവർക്ക് നീ ബുദ്ധിശക്തി നൽകണേ അല്ലാ, അനുസരണയുള്ള മക്കളാക്കി തരണേ അല്ലാ, കാഫിലീങ്ങളായ മക്കളാക്കി തരണേ അല്ലാ, ആലിമീങ്ങളായ മക്കളാക്കി കൊടുത്തരണേ അല്ലാഹുവേ. കൺകുളിർമേകുന്ന മക്കളാക്കണേ അല്ലാ. ഈ ദുനിയാവിൽ ഞങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടും ഞങ്ങളുടെ മക്കളെ വളർത്താൻ വേണ്ടിയാണ് അല്ലാഹുവേ ഞങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. ചെറുപ്പകാലത്ത് ഞങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാട് ഞങ്ങളുടെ പൊന്നുമക്കളെങ്കിലും അനുഭവിക്കരുതെന്ന് ഓർത്തിട്ടാണ് അല്ലാഹുവേ. അങ്ങനെ കഷ്ടപ്പെട്ട് ചുമച്ചും കുരച്ചുമൊക്കെ വളർത്തുന്ന മക്കള് ഈ ദുനിയാവിൽ ഒരു തുള്ളി വെള്ളം തിരിച്ചു തന്നില്ലെങ്കിലും മരിച്ചാലും മറക്കാത്ത മക്കളാക്കണേ അല്ലാ. ഞങ്ങളുടെ കബറിന്റെ ചാരത്ത് വന്ന് യാസീനോദി ദുആ ചെയ്യുന്ന മക്കളാക്കണേ റബ്ബേ. മരിക്കാൻ കിടക്കുമ്പോ വലത്തെ ചെവിയിൽ വന്നിട്ട് ഉപ്പാ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ഉറക്ക പറയാൻ പറഞ്ഞ് ചെവിയിൽ കലിമ പറഞ്ഞു തന്ന് ആ മക്കളുടെ കൈ കൊണ്ട് ഒരു തുള്ളി വെള്ളം കുടിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് നീ സാലിഹീങ്ങളായ മക്കളെ തരണേ അല്ലാ. പടച്ചവനെ അല്ലാഹുവേ, ഞങ്ങളുടെ മയ്യത്ത് നിസ്കാരം നിർവഹിക്കുന്ന മക്കളാക്കി തരണേ അല്ലാ. പടച്ചവനെ, അപകടത്തിൽ നിന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാക്കണേ റബ്ബേ. രാവിലെ സലാം പറഞ്ഞ് കെട്ടിപ്പിടിച്ച് മുത്തം തന്ന് സ്കൂൾ ബസ്സിൽ പോയാൽ പിന്നെ തിരിച്ചു വരുന്നത് വരെ ആദിയാണ് റബ്ബേ. അല്ലാഹുവേ, ഈ വിനീതൻ ജോലി ചെയ്യുന്ന സെൻട്രൽ ജുമാ മസ്ജിദിന്റെ പരിസരത്ത് രാവിലെ സലാം പറഞ്ഞു പോയ മോളാണ്. സ്കൂൾ ബസ് മറിഞ്ഞപ്പോ 7 കുഞ്ഞുങ്ങൾ പെടഞ്ഞ് പുഴയിൽ മരിച്ചു പോയത്.
പൊന്നുമോളെയും കാത്ത് വേലിക്കരികിൽ നിന്ന ഉമ്മയുടെ മുമ്പിൽ വന്നൊരു 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞ കൺമണിയുടെ മയ്യത്താണ്. കൺമണിയെ, രാവിലെ വായിൽ ഉരുള ഉരുട്ടി ചോറ് തന്ന നിനക്ക് വൈകുന്നേരം മണ്ണുരുട്ടിയിട്ട് കബറിൽ വെക്കേണ്ടി ഉമ്മയ്ക്ക് ചെയ്യേണ്ടി വന്നല്ലോ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ ഉമ്മ. അല്ലാഹുവേ, ഞങ്ങളുടെ പൊന്നുമക്കളെ നീ കാത്തോളണേ അല്ലാ. പ്രിയപ്പെട്ട സുഹൃത്ത് ഹാഷിം എന്ന സഹോദരൻ ഗൾഫിൽ വാഹനാപകടം സംഭവിച്ച് ഭാര്യ മുഷറ മരണപ്പെട്ടു പോയി. ആ പൊന്നു പെങ്ങളുടെ കബറിടം വിശാലമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ. 12 വർഷം കഴിഞ്ഞ് കാത്തിരുന്ന് കിട്ടിയ മോൻ അബ്ദുള്ള അപകടത്തിൽപ്പെട്ട് അപകടനില തരണം ചെയ്തതേയുള്ളൂ. താങ്ങിയെടുത്ത് കഴുത്തിനുറപ്പില്ലാതെ നിൽക്കുന്ന പൊന്നുമോന് നീ ആഫിയത്ത് നൽകണേ അല്ലാ. ആ അപകടത്തിൽപ്പെട്ട മരിച്ച സഹോദരനാണ്. നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും തിരൂര് ചെമ്പ്രക്കടുത്ത് സലീം എന്ന സഹോദരൻ. അദ്ദേഹത്തിന്റെ കബറിടം നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ, വിശാലമാക്കി കൊടുക്കണേ അല്ലാ. അദ്ദേഹം ഉപേക്ഷിച്ച കുടുംബത്തെ നീ ഏറ്റെടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ സദസ്സിൽ കച്ചവടക്കാരുണ്ട്, കച്ചവടത്തിന് ബറക്കത്ത് നൽകണേ അല്ലാ. കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ഈ ലക്ഷങ്ങൾ മുടക്കി കച്ചവടം ചെയ്യുമ്പോ ഒരൊറ്റ നിമിഷം കൊണ്ട് നഷ്ടപ്പെടുത്തി കടക്കാരനാക്കല്ലേ അല്ലാ. ഓട്ടോറിക്ഷ ഓടിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്, ആഫിയത്ത് നൽകണേ അല്ലാ. കൂലിപ്പണി എടുക്കുന്ന സഹോദരങ്ങളുണ്ട്, നീ അവർക്ക് ആഫിയത്ത് നൽകണേ അല്ലാ. പടച്ചവനെ, ഒരു ജോലിക്ക് വേണ്ടി പരതി നടക്കുന്നവരുണ്ട്, ഹലാലായൊരു ജോലി കൊടുക്കണേ അല്ലാ. ഗൾഫിൽ പോകാൻ കാത്തിരിക്കുന്നവരുണ്ട്, തടസ്സം മാറ്റി കൊടുക്കണേ അല്ലാ. വിദേശത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ പ്രവാസികളുണ്ട്. പടച്ചവനെ, ഇന്നൊരു സഹോദരൻ സൗദിയിൽ നിന്ന് വിളിച്ചിട്ട്, ഉസ്താദേ, ലക്ഷക്കണക്കിന് ആളുകൾ സൗദിയിൽ നിയമം മാറിയപ്പോ ഇക്കാമ കിട്ടാതെ ഭാര്യയെ കാണാൻ കഴിയാതെ, മക്കളെ കാണാൻ കഴിയാതെ, തിരിച്ചു വരാൻ പറ്റാതെ കുടുങ്ങുകയാണ്. പടച്ചവനെ, നിയമമൊക്കെ വലുതായപ്പോ ഞങ്ങളുടെ പല സഹോദരങ്ങളും പ്രവാസികൾ അങ്കരാപ്പിലാണ്. നീ അവരെ കുടുംബത്തെ പട്ടിണിയാക്കല്ലേ അല്ലാ. അവരെ ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാ. പടച്ചവനെ, ഇതിന്റെ സംഘാടകർക്ക് അർഹമായ പ്രതിഫലം നൽകണേ തമ്പുരാനെ. ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരിമാരെ, അവരെ ഭർത്താക്കന്മാരെ സൽസ്വഭാവികളാക്കണേ അല്ലാ, സ്നേഹമുള്ളവരാക്കണേ അല്ലാ. ഉസ്താദേ, ഭർത്താവിന് നല്ല സ്നേഹമുണ്ടായിരുന്നു, ഇപ്പോഴൊരു സ്നേഹമില്ല എന്ന് പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എത്ര പെങ്ങന്മാരുണ്ട്. ഇവരെ ഭർത്താക്കന്മാരുടെ കൽബില് അവരോട് സ്നേഹം നിറച്ചു കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ കയ്യിൽ പിടിച്ച് ഉമ്മയെ വിട്ട്, ഉപ്പയെ വിട്ട്, കൂട് വിട്ട്, വീട് വിട്ട്, നാട് വിട്ട് ഞങ്ങളെ വിശ്വസിച്ച് കൈപിടിച്ച് ഞങ്ങളുടെ അടുക്കലേക്ക് വന്ന ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളല്ലാതെ അവർക്കൊരു തുണയില്ല. അല്ലാഹുവേ, പടച്ചവനെ, ഭർത്താക്കന്മാരുടെ മനസ്സിലെ ഈ പാവങ്ങളോട് സ്നേഹവും കരുണയും നൽകണേ അല്ലാ. അവരെ കുടുംബജീവിത സമാധാനത്തിലാക്കണേ അല്ലാ. അവരെ മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാ. സാലിഹത്തായ പെൺമക്കൾക്ക് സാലിഹീങ്ങളായ വരന്മാരെ നൽകണേ അല്ലാ. പടച്ചവനെ, മരിക്കുന്ന നേരെ കെലിമ പറഞ്ഞ് സ്വർഗം കണ്ട് മരിപ്പിക്കണേ റബ്ബേ. പടച്ചവനെ, മരിക്കുന്ന സമയത്ത് കെലിമ പറയാ നാവ് പൊന്തിക്കുമ്പോ ഞങ്ങളുടെ നാവിനെ നീ കുഴക്കല്ലേ അല്ലാ. പടച്ചവനെ, നല്ല മരണം നൽകണേ അല്ലാ. ഈ 10,000 വാത് കേൾക്കാൻ കൂടുന്നുണ്ട്. അഹമ്മദ് കബീർ മരിച്ചു എന്ന് കേട്ടാ 10,000 ഇങ്ങനെ ആമീൻ പറഞ്ഞ് അല്ലാഹു മഗ്ഫിർ ലഹു എന്ന് പറയുന്ന ഒരു മയ്യത്ത് നിസ്കാരം നൽകണേ അല്ലാ. പടച്ചവനെ, പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടേണ്ട മരണങ്ങളിൽ നിന്ന് കാക്കണേ റബ്ബേ. അല്ലാഹുവേ, പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മരണം വരുത്തല്ലേ അല്ലാ. ഖുർആൻ ഓതി നബിതങ്ങളെ സ്വപ്നം കണ്ട് പടച്ചവനെ സ്വർഗം കണ്ട് മരിപ്പിക്കണേ അല്ലാ. കബറിൽ വെക്കുമ്പോ ഈ പറഞ്ഞതും ചെയ്തതുമൊക്കെ പ്രകാശമാക്കി തരണ റബ്ബേ. മഹ്ശറയിലെത്തുമ്പോ സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ പ്രവേശിപ്പിക്കുന്ന അമലാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ ദുആകളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ധാരാളം സഹോദരങ്ങളും ചെറുപ്പക്കാരുമുണ്ട്. പടച്ചവനെ, അങ്ങ് അകലെ നിന്നൊക്കെ ഓടി വന്നു, ഉസ്താദേ എവിടെയാണെങ്കിലും ഞങ്ങൾ വരുമെന്ന് പറഞ്ഞ് ആവേശത്തോടെ ഓടിയെത്തുന്ന ഈ സഹോദരങ്ങൾ ചെറുപ്പക്കാരുണ്ട്, വയോവൃദ്ധന്മാരുണ്ട്. പടച്ചവനെ, എത്രയോ സഹോദരിമാരുണ്ട്. അല്ലാഹുവേ, അവർക്കൊക്കെ നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. അവർ കിലോമീറ്റർ താണ്ടി വന്ന